ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ ഡസ്റ്ററിന്റെ സ്വന്തം സഹോദരനായി നിസാന്റെ ടെക്ടോൺ ആണ്. രണ്ട് വണ്ടികളും സെയിം പ്ലാറ്റ്ഫോം ആണ്. പക്ഷേ ഡിസൈൻ ഒക്കെ എടുക്കാനാണെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് ഫേസ് അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ LED ഹെഡ് ലാംപ്സ് ഇതിന്റെ ഡിസൈനിൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു റെഡ് സ്ട്രൈപ്പ് വരുന്നുണ്ട്, ഒരു സിൽവർ അല്ലെങ്കിൽ ഒരു ക്രോം പോലത്തെ ഫിനിഷ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കണക്റ്റഡ് DRLs ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈ ഡിസൈൻ ഫുള്ള് നല്ല വ്യത്യാസമുണ്ട് ഡസ്റ്റർ വെച്ച് പറയുമ്പോൾ. പിന്നെ ഡസ്റ്ററിൽ നമുക്ക് നടുവിൽ കണക്റ്റഡ് ഈ ഒരു എലമെന്റ് നമുക്ക് ടോപ്പിലാണെന്ന് വരുന്നില്ല. ഇതിനകത്ത് വെച്ച് അത് വരുന്നുണ്ട്, ബാക്കിൽ മാത്രമേ കണക്ഷൻ ഉള്ളൂ. ഇതിനകത്ത് വെച്ച് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിസാന്റെ ലോഗോ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഗ്രില്ലും നമുക്ക് ഡസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ബമ്പറിന്റെ ഡിസൈനിലും വ്യത്യാസമുണ്ട്. ഒരു സിൽവർ ആക്സെന്റ് ഉണ്ട്, അതുപോലെ നമുക്ക് LED ഫോഗ് ലാംപ്സ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്, 360 ക്യാമറയുടെ കട്ടൗട്ട്, ഇതൊക്കെ നമുക്ക് ഡസ്റ്ററിൽ വരുന്ന സെയിം സംഭവം തന്നെയാണ്. ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് കിട്ടുന്നത്. ഇതിനകത്തൊക്കെ ഡിസൈൻ വ്യത്യാസമുണ്ട്. നമുക്ക് ഇതിനകത്തൊരു മറ്റേ മൾട്ടി സ്പോക്ക് ആയിട്ടുള്ള ഡ്യുവൽ ടോൺ ഫിനിഷ് വീൽസ് ആണ് വരുന്നത്. പക്ഷേ സൈസ് 18 ഇഞ്ച് ആണ്. ടയർ സൈസ് 225, 55, R18 ആണ്. ഡസ്റ്ററിന്റെ സൈസ് ആണ്. വികേഷ് ഇതിന്റെ ലെസ് കുറച്ചുകൂടി പേഴ്സണൽ ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലത്തെ ഡിസൈൻ എലമെന്റിൽ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് നമുക്ക് T280 എന്ന് പറയുന്ന ടോർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിന്റെ ബാഡ്ജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 1 ലിറ്റർ ആണെങ്കിൽ T160 എന്ന് പറഞ്ഞായിരിക്കും ബാഡ്ജിംഗ് വരുന്നത്. ടെസ്റ്റിലാണ് നമുക്ക് TC100, TC മറ്റേ 160 എന്ന് പറഞ്ഞിട്ട് ബാഡ്ജിംഗ് കൊടുക്കുന്നത്. അതിന് ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് ഇവിടേക്ക് വരുമ്പോഴേക്കും സിൽവർ ഗാർണിഷ് ഉണ്ട്. ഈ വണ്ടി ഇതിനകത്തും നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് വരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വണ്ടി അൺലോക്ക് ചെയ്യും. നമ്മൾ ദൂരേക്ക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വണ്ടി ലോക്കും ചെയ്യും. സോ ഡസ്റ്ററിലെ സെയിം ഫീച്ചറാണ് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഡയമെൻഷൻസിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ട് വണ്ടികൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമുക്ക് ആകപ്പാടെ ഹൈറ്റിലും പിന്നെ ലെങ്ത്തിലും വളരെ കുറച്ച് മില്ലിമീറ്റേഴ്സിന്റെ വ്യത്യാസമുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് LED കണക്റ്റഡ് ടൈൽ ലാംപ്സ് മൊത്തത്തിൽ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഡിസൈൻ എലമെന്റ് ഉണ്ടല്ലേ, ഇതാണ് നമുക്ക് ഡസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ചേഞ്ച് ഉള്ളത്. ഡസ്റ്ററിൽ ഇതെല്ലാം ഒരൊറ്റ ഒരു V പോലത്തെ ഷേപ്പിലാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു C ഷേപ്പ് ടൈൽ ലാംപ്സ് ആണ്. പിന്നെ കണക്റ്റഡ് ടൈൽ ലാംപ്സ് ഉണ്ട്, അതുപോലെ വൈപ്പർ വാഷർ, ഡിഫോഗർ, പിന്നെ ഷാക്ക് പിൻ, റൂഫ് റെയിൽസ്, സ്പോയിലർ, എല്ലാ സാധനങ്ങളും ഡെഫിനറ്റ്ലി ഇതിൽ കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ ബൂട്ട് സ്പേസ് ആണെങ്കിൽ പവർ ടെയിൽ ഗേറ്റ് വരുന്നുണ്ട്. അതുപോലെ സ്പേസ് വരുന്നത് 518 ലിറ്റേഴ്സ് ആണ്. ഈ പാർസൽ ട്രേ അപ്പ് ആയിരിക്കുമ്പോൾ, ഇനി പാർസൽ ട്രേ നമ്മൾ പൊക്കുകയാണെങ്കിൽ 700 ലിറ്റേഴ്സിന് അടുത്ത് വരെ നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. സോ ഓവറോൾ സ്പേസിന്റെ കാര്യത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ ലുക്ക്. ഇനി നമുക്ക് ഇന്റീരിയറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമ്മളങ്ങനെ ഇതിന്റെ ഇന്റീരിയറിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇവിടെ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് എല്ലാം ആക്ച്വലി സെയിം ആണ്. നമുക്ക് സ്റ്റിയറിംഗ് വീലിന്റെ ഡിസൈൻ, നടുവിൽ നിസാന്റെ ലോഗോ വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ ഉണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഉണ്ട്, ക്ലസ്റ്റർ, ഈ ഒരു UI ഉണ്ട്. ഇതിന്റെ UI കുറച്ച് വ്യത്യാസമുണ്ട്. ഈ പാനലും ഈ സാധനങ്ങൾ കുറേയൊക്കെ സെയിം ആണ്. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ കാണിച്ച ഈ വ്യൂ ഇത് നമുക്ക് ഡസ്റ്ററിൽ കിട്ടുന്നില്ല. ഇത് കുറച്ചുകൂടെ ബെറ്റർ വ്യൂ ആണ്. കാരണം നമുക്ക് ഒരു നോർമൽ പണ്ടത്തെ ഒരു സംഭവം ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ സാധനമാണ്. ഡസ്റ്ററിൽ എനിക്ക് ആ ടാക്കോമീറ്ററിൽ നിന്നും ഡിസൈൻ ഇതിന്റെ UIയിൽ ഇഷ്ടമല്ല. സോ ഇതിന്റെ അവർ കുറച്ചുകൂടി UI ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. പക്ഷേ സൈസ് ഒക്കെ സെയിം ആണ്. 10.1 ഇഞ്ചാണ്, 10.25 ഇഞ്ചാണ്. നമുക്ക് ഇതിൻ്റെ അകത്തും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഗൂഗിളിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആപ്സ് സാധനങ്ങൾ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ആൻഡ്രോയിഡ് ടു ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്യാൻ തന്നെ ചെയ്യും. ഈ കണക്ട് ചെയ്യണമെങ്കിൽ വയർലെസ് കണക്ഷൻ നമുക്ക് അതിൻ്റെ അകത്ത് രണ്ടിലും അവൈലബിൾ ആണ്. താഴത്തേക്ക് വരാനാണെങ്കിൽ ഡ്യുവൽ സോൺ ഓട്ടോ AC ആണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഡസ്റ്ററിൻ്റെ സെയിം കൺട്രോൾസ് തന്നെയാണ്. ഹസാർഡിൻ്റെ സ്വിച്ച് ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വയർലെസ് ചാർജർ കിട്ടുന്നുണ്ട്. 2 Type-C പോർട്സ് ഉണ്ട്. നമുക്കൊരു 12 വോൾട്ട് സോക്കറ്റ് വരുന്നുണ്ട്. ഈ സെൻറ്റർ കൺസോൾ ഞാൻ ആക്ച്വലി ഈ ചാനലിൽ കാണിച്ചിട്ടില്ല. കാരണം നമ്മളിതിന് മുന്നേ റിവ്യൂ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടിയും മാനുവലായിരുന്നു. പക്ഷേ ഏതായാലും ഈ സാധനം കൊള്ളാം. ആക്ച്വലി ഇതുണ്ട്, ഇതിൻ്റെ ഒരു ഫിനിഷ് എല്ലാം വളരെ നല്ലതാണ്. നമുക്ക് ആ മാറ്റം സംസ്ഥാനം ഒരു പ്രീമിയം ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇതിൻ്റെ ഏത് ഓട്ടോമാറ്റിക് മോഡൽ എടുത്താലും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഫിനിഷ് ഒരു ബ്രോൺസ് പോലത്തെ ഫിനിഷാണ്. നമുക്ക് ഡസ്റ്ററിൽ സിൽവർ ആയിരുന്നു. ആൻഡ് പിന്നെ ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. നമുക്ക് ഇത് കണ്ടില്ലേ, ക്ലോസ് ചെയ്ത് വെച്ചാൽ നല്ല നീറ്റായിട്ട് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ആയിട്ടിരുന്നുള്ളൂ. അത്യാവശ്യം നല്ലൊരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ് ഈ പുതിയ സെൻറ്റർ കൺസോൾ വരുമ്പോൾ ഇതിനകത്ത് വരുന്നത്. കളർ കോമ്പിനേഷൻ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെൻറ്റർ കൺസോൾ ഡിസൈൻ എല്ലാം ഡസ്റ്ററിൻ്റെ സെയിം ആണ്. പിന്നെ നമുക്ക് കളർ കോമ്പിനേഷനെ പറ്റി പറയാനാണെങ്കിൽ ഇവിടുത്തെ പാറ്റേൺ ഇത് നമുക്കൊരു വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഫിനിഷാണ് കിട്ടുന്നത്. ഇതൊരു പർപ്പിൾ ഫിനിഷാണ് കിട്ടുന്നത്. ഈ ഡോർ ഹാൻഡിൽസ് അത് നീ അവിടെ കാണിച്ച് നമുക്കൊരു ബ്രോൺസ് ഫിനിഷാണ് ഡോർ ഹാൻഡിൽസിൽ കിട്ടുന്നത്. പിന്നെ 4 പവർ വിൻഡോസും നമുക്ക് ഓട്ടോ അപ്പ് ഡൗൺ ഫംഗ്ഷൻ വരുന്നുണ്ട്. മിറേഴ്സ് ഒക്കെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് പോലുള്ള എല്ലാ സാധനവും ഉണ്ട്. നമ്മൾ മറ്റേ കാണിച്ചിട്ടുള്ള ഒരു ബട്ടൺ ഇതിനകത്തേക്ക് കഴിഞ്ഞാൽ ADAS നമുക്ക് ഇതിനകത്ത് 17 ഫീച്ചേഴ്സ് 19 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എത്ര എണ്ണം ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം. സോ അത് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഈ ഒരൊറ്റ ബട്ടൺ ഞെക്കിയാൽ മതി. എല്ലാ സാധനങ്ങളും നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനാണെങ്കിൽ സീറ്റ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, 6 വേ അഡ്ജസ്റ്റബിൾ ആണ്. അതും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വെന്റിലേറ്റഡ് ഫംഗ്ഷൻ അവൈലബിൾ ആണ് സീറ്റ്സിൽ. സോ അത് നല്ലതാണ്. പിന്നെ അതുണ്ടല്ലേ, ലംബാരോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഡാഷ്ബോർഡ് ലേഔട്ട് ആസ് സച്ച് വലിയ വ്യത്യാസമില്ല. ഈ എൻഡിലേക്ക് വരുമ്പോഴേക്കും AC1 ഡിസൈനിൽ ഡസ്റ്ററും ടെക്ടോണും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ മെയിൻ ആയിട്ടുള്ള ലേഔട്ട് സെയിം ആണ്. പക്ഷേ ഇതിനകത്ത് അഗൈൻ കളർ കോമ്പിനേഷൻ നേരത്തെ പറഞ്ഞ പോലത്തെ വ്യത്യാസമുണ്ട്. ഇവിടെ ബ്ലാക്ക് ആണ്. ഇവിടെ നമുക്ക് ഒരു പർപ്പിൾ പോലത്തെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഉണ്ട്. ഇവിടെ ഒരു ബ്രോൺസ് ഫിനിഷ് ഉണ്ട്. ഇതിനകത്ത് ആക്ച്വലി ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ഓഫ് വൈറ്റ് ഉണ്ട്. ഇത് സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴത്ത് നമുക്ക് ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. സോ മൊത്തത്തിൽ കളേഴ്സ് ഒരുപാട് ഉള്ളതുകൊണ്ട് അകത്തിരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയം എക്സ്പീരിയൻസ് കിട്ടുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സോ അതാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പറയാൻ പറ്റുന്നത്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫ്രെയിംലെസ് ആയിട്ടുള്ള ഓട്ടോ ഡിമിങ് IRMs വരുന്നുണ്ട്. കൺട്രോൾ നമുക്ക് ഇവിടെ ടച്ച് ബേസ്ഡ് ആണ്. ഡോർ തുറന്നിറക്കുന്നുണ്ട് കത്താത്തത്. എന്തായാലും LED ലൈറ്റ്സ് ആണ് നമുക്ക് ക്യാബിനിൽ മൊത്തം കിട്ടുന്നത്. പിന്നെ ഇവിടെ നമുക്ക് വലിയൊരു പാനോറാമിക് സൺറൂഫ് ഇവിടെ കിട്ടുന്നുണ്ട്. അതും അത്യാവശ്യം കൊള്ളാം.
ഇതാണ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സിനെ പറ്റി പറയാൻ പറ്റുന്നത്. ബാക്കി ക്യാബിനിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ഡസ്റ്ററായിട്ട്. പിന്നെ ഡയമെൻഷൻസിൻ്റെ കേസ് ഞാൻ പറഞ്ഞെന്നറിയില്ല, നമുക്ക് ഡസ്റ്റർ ആയിരുന്നു തമ്മിൽ ലെങ്ത്തിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഡിഫറൻസും പിന്നെ ഹൈറ്റിൽ കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എക്സാക്ട്ലി സെയിം ആണ്. വീൽ ബേസ് ലെങ്ത്ത് വീൽ ബേസ് നമ്മുടെ മറ്റേ വിഡ്ത്ത് സാധനങ്ങളെല്ലാം സെയിം ആണ്. നമ്മളങ്ങനെ ബാക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് പറയാനാണെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഡസ്റ്ററിൽ ഇരിക്കുന്ന പോലെ തന്നെയാണ്. ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. കളർ കോമ്പിനേഷൻ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ഇതിനകത്ത് ഈ വൈറ്റ് ആൻഡ് പർപ്പിളിൻ്റെ കോമ്പിനേഷൻ ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ ഒരു ഐവറി ആൻഡ് പർപ്പിളിൻ്റെ കോമ്പിനേഷൻ ഉപയോഗിച്ചിരിക്കുന്നുണ്ട് ഭയങ്കര ഇരുട്ടായിട്ട് തോന്നില്ല. ഇപ്പോൾ ഡസ്റ്ററാണ് നമുക്കൊരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ്റെ കോമ്പിനേഷനാണ്. സോ ക്യാബിന് ഇത്തിരി ഡാർക്കാണ്. ഇത് ഈ കളർ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു എയർ ഫീലിംഗ് വരുന്നുണ്ട്. പിന്നെ സൺറൂഫൊക്കെ ഡെഫിനറ്റ്ലി ഇവിടെ നമുക്ക് വ്യൂ ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രശ്നമില്ല. സ്പേസ് ആണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആണ്. നമുക്ക് ഇവിടെ അത്യാവശ്യം ഈ സ്പേസ് ലെഗ് സ്പേസ് ന്യൂ റൂം എല്ലാം കിട്ടുന്നുണ്ട്. റിയർ AC വെൻസ് ഉണ്ട്, റിയർ ചാർജിംഗ് പോയിന്റ്സ് ടൈപ്സ് വരുന്നുണ്ട്. ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. അങ്ങനെല്ലാം കൊണ്ടും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഈ ആംറസ്റ്റ് വരുന്നുണ്ട്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുള്ള 3 3-point സീറ്റ് ബെൽറ്റ്സ്. പിന്നെ ഇവിടെ ഇത് ടച്ച് സ്പേസ് ലൈറ്റ് ആണ്, വണ്ടി ഓഫ് ആണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്ത. മൊത്തത്തിൽ ബാക്കിലത്തെ എക്സ്പീരിയൻസ് അത്യാവശ്യം ഡീസൻ്റ് ആണ്. 1.3 നിങ്ങൾ അവിടെ കണ്ടു. നമുക്ക് ഇപ്പുറത്ത് 1 ലിറ്റർ കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ 1 ലിറ്റർ കാണിച്ചു തരാം. വളരെ കുറച്ച് വ്യത്യാസമുള്ളൂ. നമുക്ക് ഇവിടെ ഈ ഒരു റെഡ് എലമെന്റ് അതിനകത്ത് കിട്ടില്ല. ഫ്രണ്ടിൽ ഡിഫറൻസ്, ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ്. 1 ലിറ്ററിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. പിന്നെ സൈഡിൽ കാരലോയ്സ് എല്ലാം സെയിം ആണ്. ഇവിടെ നമുക്കൊരു T160 ബാഡ്ജിങ് വരുന്നുണ്ട് എക്സ്ട്രാ. മറ്റതിനകത്ത് T280 ആയിരുന്നു. ഈ സാധനങ്ങളും സൈഡും ഡിസൈൻ എല്ലാം സെയിം ആണ്. ഇവിടുത്തെ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ഒരു ഇന്റീരിയർ കാണിക്കും. ഇവിടെ നമുക്ക് ഇന്റീരിയർ എല്ലാം സെയിം ആണ്. ആ ഒരു കളർ കോമ്പിനേഷൻ എല്ലാം എക്സാക്ട് ലെവലിൽ കൊടുത്തിട്ടുണ്ട്. ആകപ്പാടെ സെന്റർ കൺസോളിൽ ഇത് മാനുവൽ ആയതുകൊണ്ട് ആ ഒരു കൺസോൾ ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിപ്പം 1.3യുടെ മാനുവൽ എടുത്താലും അങ്ങനെയൊക്കെ തന്നെയാണ്. ബാക്കിൽ സെയിം സ്പേസും കാര്യങ്ങളൊക്കെയാണ്. അഗൈൻ ടെയിൽ ലാമ്പിന്റെ ഈ ഒരു സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഡിസൈൻ സെയിം ആണ്. ജസ്റ്റ് 1 ലിറ്റർ ഇവിടെ കിടന്നോട്ട് കാണിച്ചാണ്. നമുക്ക് 1.3ലേക്ക് പോകാം. ഇനി എഞ്ചിൻ ഓപ്ഷൻസിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്. ഡസ്റ്ററിൽ സെയിം എഞ്ചിൻസ് തന്നെയാണ്. 1 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്, 100 PS 166 Nm ടോർക്കും. പിന്നെ 1.3 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്, അത് 163 PS പവറും 280 Nm ടോർക്കും ആണ് വരുന്നത്. നമുക്ക് 1.3 ആണെങ്കിൽ 6 സ്പീഡ് ബെറ്റ് ക്ലച്ച് 12 ക്ലച്ച് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. പിന്നെ 6 സ്പീഡ് മാനുവൽ ഉണ്ട്. 1 ലിറ്റർ ആണെങ്കിൽ 6 സ്പീഡ് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഡസ്റ്ററിൽ നമുക്ക് 1 ലിറ്റർ ആക്ച്വലി താഴത്തെ 3 വേരിയൻസിൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് 1 ലിറ്റർ അവർ കുറച്ചും കൂടെ എല്ലാ വേരിയൻസ്, അതായത് ബേസ് മുതൽ ടോപ്പ് വരെ എല്ലാ വേരിയൻസിലും കൊടുത്തിട്ടുണ്ട്. സോ കുറച്ചും കൂടെ ആക്സസിബിൾ ആണെന്ന് പറയും. 1 ലിറ്റർ ഓട്ടോമാറ്റിക് ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ അത് ഫ്യൂച്ചറിൽ വരും എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. ഹൈബ്രിഡ് നമുക്ക് ഈ വണ്ടിയിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. അത് ഡസ്റ്ററിലും ലോഞ്ച് ആയിട്ടില്ല. ഡസ്റ്ററിൽ അത് അടുത്ത് തന്നെ ലോഞ്ച് ആണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ലോഞ്ച് നമുക്ക് ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. ഓവറോൾ പവർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഞാൻ ബാക്കി ഇതിൻ്റെ പ്രൈസ് ചാർട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ആഡ് ചെയ്തേക്കാം, നിങ്ങൾക്ക് അത് നോക്കാവുന്നുള്ളൂ. പ്രൈസ് ആക്ച്വലി 10.49 lakhs സ്റ്റാർട്ട് ചെയ്തിട്ട് 18.59 lakhs വരെയാണ് പോകുന്നത്. ഓൾമോസ്റ്റ് ഡസ്റ്ററുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. ഇടയിലുള്ള മറ്റേ ചില വേരിയൻസിൻ്റെ പ്രൈസിങ്ങിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അത് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വലിയൊരു ഇതായിട്ട് തോന്നില്ല. പ്രൈസിങ് ആക്ച്വലി അത്യാവശ്യം നല്ല ഡസ്റ്ററിൻ്റെ അത്യാവശ്യം നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ് തന്നെയായിരുന്നു. എനിവേ ഇതാണ് നമുക്ക് പുതിയ നിസാൻ ടെക്ടോണിനെ പറ്റി പറയേണ്ടത്. ബൈ ദ വേ ഹൈഡ്രോളിക് സ്ട്രട്സ് ഒക്കെ നമ്മൾ ബോണറ്റ് തുറക്കുന്നതിനകത്തുണ്ട്. ഇതാകെ സെൽട്ടോസിലും ഈ വണ്ടിയിലും പിന്നെ ഡസ്റ്ററിലും മാത്രമേ ഈ ഒരു സെഗ്മെന്റ് ഇപ്പോൾ വരുന്നുള്ളൂ. സോ അത് കൊള്ളാം. എനിവേ നിങ്ങൾക്ക് ഇതാണ് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത് എന്ന് ഉറപ്പായിട്ട് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.